ബ്രിട്ടനിൽ ഋഷി സനക്കിന് തിരിച്ചടിയാകുമെന്ന എക്സിറ്റ് പോൾ ഫലങ്ങൾ. 14 വർഷം നീണ്ട കൺസർവേറ്റീവ് ഭരണം അവസാനിക്കുമെന്നാണ് സൂചന. 400-ലേറെ സീറ്റുമായി ലേബർ പാർട്ടി ചരിത്ര ജയം നേടി അധികാരത്തിലെത്തും. കെയർ സ്റ്റാർമർ പ്രധാനമന്ത്രിയാകും തുടങ്ങിയവയാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ നൽകുന്ന സൂചനകൾ. എന്തായാലും വോട്ടെണ്ണൽ തുടങ്ങിക്കഴിഞ്ഞു. വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്നും അമ്പിളി ചേരുകയാണ്. അമ്പിളി, ഏതാണ്ട് ഒരു 4 മണിക്കൂറുകൾ കൂടി പിന്നിടുമ്പോൾ ബ്രിട്ടനിൽ ആരാണ് എന്നത് സംബന്ധിച്ച് വ്യക്തമായ സൂചനകൾ പുറത്തുവരും. എന്തായാലും എക്സിറ്റ് പോൾ ഫലങ്ങൾ നൽകുന്ന സൂചന ഋഷി സനക്കിന് തിരിച്ചടിയാകുമെന്നാണ്. 14 വർഷത്തിനിടെ കൺസർവേറ്റീവ് പാർട്ടിക്ക് 5 പ്രധാനമന്ത്രിമാർ. അതുതന്നെയാണ് ഏറ്റവും വലിയ തിരിച്ചടി. ബ്രെക്സിറ്റിന്റെ ദുരന്ത ഫലങ്ങളിൽ നിന്ന് ഇനിയും ബ്രിട്ടൻ പുറത്തിറങ്ങിയിട്ടില്ല. അതും കൺസർവേറ്റീവ് ഭരണത്തിന് തിരിച്ചടിയാകുന്നു. ലേബർ പാർട്ടി അധികാരത്തിലേക്ക് എത്തുമ്പോൾ എന്താണ് പ്രതീക്ഷിക്കേണ്ടത്? സ്വപ്ന സൂചിപ്പിച്ച പോലെ തന്നെ ബ്രിട്ടനിൽ ഒരു അധികാരമാറ്റത്തിലേക്ക് എന്ന സൂചനകളാണ് ആദ്യ ഫലസൂചനകൾ നൽകുന്നത്. വോട്ടെണ്ണൽ ആരംഭിച്ചു കഴിഞ്ഞു. ആദ്യ ഫലസൂചനകളിൽ 20 സീറ്റുകളിലും ഇപ്പോൾ ലേബർ പാർട്ടിയാണ് മുന്നിട്ട് നിൽക്കുന്നത്. എന്തായാലും ബ്രിട്ടന്റെ ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പ് തന്നെയാണിത്. ഭരണപക്ഷമായ ഇന്ത്യൻ വംശജനായ ഋഷി സുനക്കിന്റെ കൺസർവേറ്റീവ് പാർട്ടിയും അതുപോലെ തന്നെ കെയർ സ്റ്റാർമറിന്റെ ലേബർ പാർട്ടിയും തമ്മിലാണ് പ്രധാനപ്പെട്ട മത്സരം നടക്കുന്നത്. ശക്തമായ ഭരണവിരുദ്ധ വികാര സാഹചര്യത്തിലാണ് ബ്രിട്ടനിൽ ഒരു രാഷ്ട്രീയ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 650 സീറ്റുകളിലേക്കാണ് മത്സരം. ഇതിൽ 410 സീറ്റോട് കൂടി തന്നെ ലേബർ പാർട്ടി അധികാരത്തിലേക്കെത്തും. 131 സീറ്റിൽ ഋഷി സുനക്കിന്റെ കൺസർവേറ്റീവ് പാർട്ടി ഒതുങ്ങുമെന്നാണ് എക്സിറ്റ് പോളുകൾ, തെരഞ്ഞെടുപ്പിന് മുന്നേയുള്ള എക്സിറ്റ് പോളുകളും അതുപോലെ തന്നെ വോട്ടെണ്ണലിന് ശേഷമുള്ള എക്സിറ്റ് പോൾ ഫലങ്ങളെല്ലാം സൂചിപ്പിക്കുന്നത്. ഇംഗ്ലണ്ട്, അതുപോലെ തന്നെ സ്കോട്ട്ലൻഡ്, വടക്കൻ അയർലൻഡ്, വെയിൽസ് എന്നീ സ്ഥലങ്ങളിലേക്കുള്ള 650 ഇടങ്ങളിലേക്ക് വോട്ടെടുപ്പ് നടന്നത്. സർക്കാർ രൂപീകരിക്കാൻ വേണ്ടത് 326 സീറ്റ് എന്ന കേവല ഭൂരിപക്ഷമാണ്. അതിൽ വലിയ ഭൂരിപക്ഷത്തോടു കൂടി 410 സീറ്റ് എന്നാണ് ഇപ്പോൾ എക്സിറ്റ് പോൾ ഫലങ്ങൾ സൂചിപ്പിക്കുന്ന. വലിയ ഭൂരിപക്ഷത്തോടു കൂടി ലേബർ പാർട്ടി അധികാരത്തിലേക്ക് വരും. ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ള മേഖലകളിൽ പോലും കൺസർവേറ്റീവ് പാർട്ടിക്ക് വലിയ തിരിച്ചടി ഉണ്ടാകും. പരമ്പരാഗത വോട്ടുകളിൽ പോലും വിള്ളലുണ്ടാക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് ലേബർ പാർട്ടിയുടെ വിലയിരുത്തൽ. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഭരണവിരുദ്ധ സാഹചര്യത്തിലാണ് ബ്രിട്ടനിൽ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ശക്തമായ ഭരണവിരുദ്ധ വികാരമുണ്ടായിരുന്നു. അതുപോലെ തന്നെ അഴിമതി, മോശം സമ്പദ് വ്യവസ്ഥ, വിലക്കയറ്റം, അതുപോലെ തന്നെ പ്രാദേശികമായ ഘടകങ്ങൾ, കാലാവസ്ഥ, പരിസ്ഥിതി വ്യതിയാനം അടക്കമുള്ള എല്ലാ വിഷയങ്ങളും വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. ഈ വിഷയങ്ങളിലെല്ലാം തന്നെ ഒരു മാറ്റം വേണം, സമഗ്രമായൊരു മാറ്റം വേണം എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഏറ്റവും മുഖ്യ പ്രതിപക്ഷമായ ലേബർ പാർട്ടി തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. മാറ്റം അനിവാര്യം എന്ന മുദ്രാവാക്യത്തോടു കൂടി തന്നെയായിരുന്നു അവർ തെരഞ്ഞെടുപ്പിനെ നേരിട്ടിരുന്നത്. ഋഷി സുനക് ആണെങ്കിൽ പണപ്പെരുപ്പം കുറയ്ക്കാനായതും അതുപോലെ തന്നെ നികുതി ഏർപ്പെടുത്താതെ വിലക്കയറ്റം പിടിച്ചു നിർത്താനായത്, സാമ്പത്തിക വളർച്ച, ഇവയെല്ലാം തനിക്ക് അനുകൂലമാകുമെന്നൊരു വിലയിരുത്തലുണ്ടായിരുന്നു. 2025 ജനുവരി വരെ കൺസർവേറ്റീവ് പാർട്ടിക്ക് അധികാരത്തിൽ നിലനിൽക്കാനുള്ളൊരു സാഹചര്യമുണ്ട്. എന്നാൽ 7 മാസം മുമ്പ് വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുകയായിരുന്നു. അത് ആശങ്കയുടെ പുറത്താണോ അതോ ആത്മവിശ്വാസത്തിന്റെ പുറത്താണോ എന്നുള്ളൊരു കാര്യത്തിൽ രാഷ്ട്രീയ നിരീക്ഷകർക്കും അതുപോലെ തന്നെ ലോകരാഷ്ട്രങ്ങൾക്കെല്ലാം സംശയമുണ്ടായിരുന്നു. എങ്കിൽ കൂടി തനിക്ക് അനുകൂലമായൊരു സാഹചര്യം ഉണ്ടാകുമെന്ന് തന്നെയായിരുന്നു കൺസർവേറ്റീവ് പാർട്ടിയുടെ ഒരു പക്ഷം. പക്ഷേ എന്ന് ആ തീരുമാനം എടുത്തോ അന്ന് ഋഷി സുനക്കിനെ പിഴച്ചു എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരടക്കം വിലയിരുത്തിയത്. എന്തായാലും ബ്രിട്ടനിൽ അധികാരമാറ്റത്തിലേക്ക് വരാൻ സ്വപ്ന സൂചിപ്പിച്ചതുപോലെ തന്നെ ഇനി 4 മണിക്കൂറുകൾ മാത്രമാണുള്ളത്. ബ്രിട്ടന്റെ ഒരു അധികാരഘടന നമുക്കറിയാം. ചാൾസ് മൂന്നാമനാണ് പരമാധികാരി. ഹൗസ് ഓഫ് കോമൺസും അതുപോലെ ഹൗസ് ഓഫ് ലോർഡ്സിന്റെയും രീതിയിലാണ് അവിടെ ഭരണഘടന. ഈ ഹൗസ് ഓഫ് കോമൺസിലേക്കാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. വോട്ടെണ്ണൽ ആരംഭിച്ചു കഴിഞ്ഞു. 326 സീറ്റാണ് കേവല ഭൂരിപക്ഷത്തിന് വേണ്ടത്. 410 സീറ്റോടുകൂടി മുഖ്യ പ്രതിപക്ഷമായ ലേബർ പാർട്ടി അധികാരത്തിലേക്ക് എത്തുമെന്ന് തന്നെയുള്ള സൂചനകളാണ് എക്സിറ്റ് പോളുകളും അതുപോലെ തന്നെ വോട്ടെണ്ണലിന്റെ ആദ്യ ഫലങ്ങളും നൽകുന്നത്. ഋഷി സുനക്കിന് തിരിച്ചടിയാകുമെന്ന പ്രവചനം തന്നെയാണ് എന്തായാലും എക്സിറ്റ് പോൾ ഫലങ്ങളും. ഇനി ഏതാണ്ട് ഒരു ചുരുക്കം മണിക്കൂറുകൾക്ക് ശേഷം തന്നെ നമുക്ക് ബ്രിട്ടനിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് അറിയാൻ സാധിക്കും.